ഓണക്കാലമായതുകൊണ്ട് തന്നെ ഇതിനോടകം ഒരുപാട് പൂക്കൃഷികൾ നമ്മൾ കണ്ടിരിക്കുന്നു. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു പൂക്കൃഷിയിലാണ് നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഞാൻ കരകുളം ഗ്രാമപഞ്ചായത്ത് അംഗം ആണ്. ആർ ഹസീന എൻ്റെ പേര്. ഞങ്ങളുടെ പൈപ്പ് ലൈനിൽ മാലിന്യം മുക്തമായി കിടന്നിടമാണ് വൃത്തിയാക്കി ആദ്യഘട്ടം എന്ന നിലയിൽ പച്ചക്കറി നട്ടു. അതിനുശേഷം ഓണത്തിന് കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ഈ കൃഷി പൂവനി എന്നുള്ളൊരു പദ്ധതിയുടെ പഞ്ചായത്തിൻ്റെതായ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ കൃഷി ചെയ്യുന്നത്. ഇവിടെ ഞങ്ങൾ ജനപ്രതിനിധികൾ കരകുളം ഗ്രാമപഞ്ചായത്തിലെ വനിതാ ജനപ്രതിനിധികളാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇവിടെ തൊട്ട് എട്ടാങ്കല്ല് മുതൽ വഴയില വരെ ഇതിൻ്റെ പൂക്കൃഷിയുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ ജനപ്രതിനിധികളെ ഏറ്റെടുത്ത് ഒരു മാതൃക എന്നോണം ചെയ്തതാണ്. ഇത് ഞങ്ങളുടെ മന്ത്രിയാണ്, നമ്മുടെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ഞങ്ങൾ അത്തം മുതൽ പൂ കൊടുക്കുന്നുണ്ട്. 70 രൂപ 80 രൂപ റേറ്റിനാണ് ഞങ്ങൾ കിലോയ്ക്ക് 70 രൂപ 80 രൂപ റേറ്റിനാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് എങ്ങനെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. ആവശ്യക്കാർ ഏറെയാണ്, ആവശ്യക്കാർ ഒരുപാടുണ്ട്. നമ്മൾ വിറ്റ് പോകാനൊന്നും പ്രയാസമില്ല. ഇവിടെ നമ്മൾ വാട്ടർ അതോറിറ്റിയിലെ പൈപ്പ് ലൈനാണ്. അവരെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് നമുക്ക് കൃഷിക്കായി തന്നത്. നമ്മുടെ മന്ത്രിയുടെ ഇടപെടലും കൂടെ ഇടപെട്ടത് കൊണ്ടാണ് നമുക്ക് കൃഷിക്ക് കിട്ടിയത്. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് പ്ലാസ്റ്റിക്കും അതും ഇതുമായിരുന്നു. അപ്പോൾ തൊഴിലുറപ്പുകാരെ ഉൾപ്പെടുത്തി നമ്മൾ വനിതാ ജനപ്രതിനിധികൾ ചെയ്തതാണ്. അത് പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റിൻ്റെയൊക്കെ നല്ല സപ്പോർട്ടും ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഒരുപാട് ഓർഡറുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഓർഡർ എടുത്ത് ചെയ്യാണ്. ഇന്നിപ്പോ നമ്മള് 8-9-10 കിലോ പൂവ് പറിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുടെയും സഹകരണം ഉണ്ട് കേട്ടോ. ഇവിടെ ഉള്ള കരവളത്തുള്ള മുഴുവൻ പേര് ഞങ്ങൾ ഒരു പൂ പോലും ആരും മോഷണം അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഞങ്ങൾ ഇതിനു മുമ്പ് ചീര കൃഷിയാണ് ചെയ്തിരുന്നത്. അത് ഇതുപോലെ തന്നെ നാട്ടുകാരും ഇവിടെ ഓട്ടോ തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാവരുടെയും നല്ല സഹകരണമാണ്. പിന്നെ പഞ്ചായത്തിൻ്റെ പൂർണ്ണ പിന്തുണയോടെയാണ് ഞങ്ങളിത് ചെയ്യുന്നത്. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ഞങ്ങൾ ഇതിന് ഈ കൃഷിക്ക് ഞങ്ങളുടെ ജനപ്രതിനിധികളുടെ ഈ കൃഷിക്ക് നേതൃത്വം നൽകുന്നത് ഞങ്ങളുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വീണ രാജീവാണ്. അപ്പോൾ ഞങ്ങൾ ആശ, ഞാനും ശ്രീകല, ഞങ്ങൾ 4 പേരാണ് ഇത് ചെയ്യുന്നത്. പഞ്ചായത്തിൻ്റെ ചുറ്റുവട്ടത്ത് ഒരുപാട് അമ്പലങ്ങളുണ്ട്. അപ്പോൾ അമ്പലങ്ങളിൽ നിന്നൊക്കെ ഓർഡർ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ അമ്പലങ്ങളിലേക്ക് ഉള്ള പൂവും കൂടെ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അതും കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞ ആൾക്കാർ ഒരുപാട് പേര് വന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ വഴിയാത്രക്കാർ ചോദിക്കുന്നുണ്ട്. ഫോട്ടോസ് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി ഒരു നല്ലൊരു വൈകുന്നേരം ആകുമ്പോഴാണ് നല്ലൊരു കൗതുകത്തോടെ ഇങ്ങോട്ട് വീക്ഷിക്കുന്നത്. പക്ഷേ ഇത് പറിച്ച് ഇങ്ങനെ എടുക്കുമ്പോഴും വലിയൊരു സന്തോഷമാണ്. ഈ പൂ ഇങ്ങനെ കാണുമ്പോഴും നമുക്ക് വരുമാനത്തിലധികം ഉപരി ഇത് കാണുമ്പോഴുള്ളൊരു സന്തോഷമാണ്. അത്രയ്ക്കും വൃത്തിഹീനമായി കിടന്ന സ്ഥലമാണ് പൈപ്പ് ലൈൻ. നമ്മുടെ മന്ത്രിയുടെ ഇടപെടൽ കൊണ്ടാണ് നമ്മളിത് എന്നുവെച്ചാൽ ഇവിടെ മൊത്തം ആളുകൾ വേസ്റ്റ് കൊണ്ട് തള്ളുന്ന ഇവിടെ മുതൽ എട്ടാങ്കല്ല്, നമ്മുടെ പഞ്ചായത്തിൻ്റെ അതിർത്തി എട്ടാങ്കല്ല് മുതൽ വഴയില വരെയുള്ള ഭാഗത്തും വേസ്റ്റ് കുന്നുകൂടി കിടന്നതാണ്. അപ്പോൾ അത് നമ്മൾ തൊഴിലുറപ്പ് സഹോദരിമാർ ഉൾപ്പെടെയുള്ളവരുടെ കഠിനമായ പ്രയത്നം കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഇത്രയും ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.